വയലോരം വീട്ടിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് ഇന്ദുബാലയ്ക്ക് സംശയം. എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. വാക്കുകളേക്കാൾ കൂടുതൽ കണ്ണുകളാണ് ചന്ദ്രേട്ട ഇവിടെ സംസാരിക്കുന്നത്. 1000 വാക്കുകളേക്കാൾ ആഴവും വ്യാപ്തിയും ശക്തിയുമുണ്ട് ഒരു കൃത്യമായ നോട്ടത്തിൽ. കുട്ടിമണിയെ മനസ്സിൽ ഒളിപ്പിച്ചിരുന്നതായി മതികല വിശ്വസിക്കുന്നു. നാട് വിട്ടുപോയ കുട്ടിമണി എങ്ങനെയാടാ കൃത്യമായി നിന്റെ വീട്ടിലെത്തിയത്? എന്റെ വീട്ടിലോ? അതെ, നിന്റെ വീട്ടില്. നിന്റെ അമ്മായി എന്നും പറഞ്ഞു വന്ന ആ വട്ടുതള്ള എല്ലാം പറഞ്ഞു. സീതയെ കണ്ടെത്താനുള്ള ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലേക്ക് വനജയെയും പൂക്കോടിയെയും മെമ്പർ ക്ഷണിക്കും. എന്ത് കാര്യത്തിനും ഞാനുണ്ട് കൂടെ. കമ്പക്കെട്ടിന് തിരികൊളുത്തി ശാന്തി. ഇനി കണ്ടോണം വയലോരം വീട് കച്ചിത്തുരുമ്പ് പോലെ നിന്ന് കത്തുന്നു. തുടർന്ന് കാണുക. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. സീതക്കൊച്ചിനെ കണ്ടു കിട്ടുന്നവരെ പ്രശ്നം ഉണ്ടാക്കും. അല്ലെങ്കിൽ ബാലൻ സീതയെ കൊണ്ട് എന്റെ മുമ്പിൽ നിർത്തട്ടെ, എന്നിട്ട് ബാക്കി. ഒരു പുതിയ ഭരണക്കാരൻ വന്നിട്ടുണ്ടല്ലോ അവിടെ, ഒരു ഗ്നാവടി. അയാളെ അധികാരവും സംസാരവും അന്ന് നീ കണ്ടതല്ലേ? ഒന്നുമല്ലെങ്കിലും ശാരദാമ്മ പാവമായിരുന്നു. പണ്ടായിരുന്നെങ്കിൽ അവരെ ഓർത്തെങ്കിലും ഒന്നിന് ഇറങ്ങാതിരിക്കാമായിരുന്നു. ഇപ്പൊ അവരും അവിടെയില്ല. പിന്നെ ആരെ ഓർക്കാനാ? ദണ്ണം കുറച്ചുണ്ട്. അച്ഛനില്ലാത്ത അവളെ ഈ നെഞ്ചത്ത് കിടത്തിയാ ഉറക്കിയിട്ടുള്ളത്. എനിക്ക് ദണ്ണമില്ലാഞ്ഞിട്ടാണോ വല്യണ്ണ? എൻ്റെ ആൺപിള്ളേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ മുറപ്പെണ്ണാണല്ലോ സീത. അറിയാമല്ലോ നകലിൻ്റെ സ്വഭാവം. സീതയെ കെട്ടണമെന്ന് പറഞ്ഞ് നടന്നവനാ അവൻ. അവൾ വലിയ പഠിത്തക്കാരിയായപ്പോൾ മാറി നിന്നതാ. ഞാനൊന്ന് പറഞ്ഞ ബാലനെ കുത്തിക്കീറി അവൻ്റെ കുടൽമാല ഇങ്ങ് കൊണ്ടുവരും. അയ്യോ വേണ്ട വല്യണ്ണ, നകലിനോടൊന്നും പറയല്ലേ. നോക്കട്ടെ കാര്യങ്ങൾ എവിടെ വരെ പോകുമെന്ന്. എന്തായാലും നമ്മളായിട്ട് ഇനി പേടിച്ചും പതുങ്ങിയൊന്നും മാറി നിൽക്കുന്നില്ല. വല്യണ്ണ, വഴക്കും മക്കാണോ ഒക്കെ ഉണ്ടായ ഉള്ള സമാധാനം കൂടി പോകില്ലേ? പോട്ടെ പെങ്ങളെ, നമ്മളെ മനസമാധാനം കളഞ്ഞിട്ട് വേറെ ആരും അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. ആ വന്നാ പിന്നെ വന്നതിന്റെ ബാക്കി അത് വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല പിന്നെ ആഹാ, പമ്മി പമ്മി പുറകെ വന്ന് നിപ്പുണ്ടായിരുന്നോ? പുറകിൽ നിൽക്കാനാണല്ലോ എന്റെ യോഗം. അതെന്താ അർത്ഥം വെച്ചൊരു സംസാരം? അർത്ഥം വെച്ച് സംസാരിച്ചതല്ല, കേട്ടപ്പോ നിനക്ക് കൃത്യമായിട്ട് അർത്ഥം ബോധ്യമായതാ. മനസ്സിലായില്ല. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ആഴ്ച 2ആയി. എന്താ രവിയേട്ടാ? ആശുപത്രിയിൽ പോകുന്ന കാര്യം. എന്താണ് ഇനിയും നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള തടസ്സം എന്ന് അറിയണ്ടേ? പോവാം പോവാം രവിയേട്ടാ, ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. എന്നാ? എന്റെ 60-ാം പിറന്നാളിന്റെ തലേന്നോ? നിങ്ങളെന്താ വലിയ ഘനത്തിലൊക്കെ സംസാരിക്കുന്ന? കാര്യം പറയുമ്പോ ശബ്ദത്തിന് ചിലപ്പോൾ ഘനം ഉണ്ടായെന്ന് വരും. അതെ, അതെന്നോട് വേണ്ട. നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിയുടെയും ജലജകുമാരിയുടെയും മോളാണെന്നല്ലേ പറയാൻ വന്നത്. പക്ഷേ ഇപ്പൊ വയലോരം വീട്ടിലെ രവിചന്ദ്രന്റെ ഭാര്യ കൂടിയാ. അങ്ങനെ നോക്കുമ്പോ എന്റെ ശബ്ദത്തിന് ഇത്തിരി ഘനം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഓ അത് ശരി, ഭർത്താവിന്റെ അധികാരം അല്ലേ? മതി, ഭർത്താവിന്റെ അധികാരം ഞാൻ ഇന്നുവരെ മതിയോട് എടുത്തിട്ടില്ല. നിന്റെ ചെരുപ്പ് പോലും തുടച്ചു തരുന്ന ഒരു കോമാളിയായിട്ടേ ഞാൻ ഇന്നുവരെ നിന്നിട്ടുള്ളൂ. അത് മതിയോടുള്ള എന്റെ സ്നേഹം കൊണ്ട്. പക്ഷേ അതിന്റെ ദൗർബല്യമായിട്ട് മതി കാണരുത്. അപേക്ഷയാണ്, പ്ലീസ്. മതിക്ക് പരിചയമുള്ള ഡോക്ടറല്ലേ, അപ്പം മതി തന്നെ വിളിച്ച് ഒരു അപ്പോയിൻമെന്റ് എടുക്കുക. ഏറ്റവും അടുത്ത ദിവസം നമുക്ക് ഡോക്ടറെ കാണണം. കണ്ടിട്ട് ബാക്കിയൊക്കെ ഓക്കെ. ഇന്നത്തെ സൈക്കിളോട്ടം കഴിഞ്ഞു. ഇനി നാളെ കഴിഞ്ഞിട്ടില്ല. ഇനി വൈകുന്നേരം വരാൻ ഞാൻ സൈക്കിളോട്ടിനാ. എന്റെ മോളെ,
കാക്ക ചേക്കേറുമ്പോഴേ നീയും വീട്ടിൽ ചെല്ലത്തുള്ളൂ എന്ന് നിർബന്ധമാണോ? എന്നതാ കാക്ക ചോക്കേരിയോ? ഒന്നും പറഞ്ഞില്ലേ? കാവ്യച്ച എന്താ പറ മോളെ. എന്നെ പള്ളി ചേർക്കാവോ? പള്ളിയിലോ? അതേനാത്തിനാ? പള്ളിക്കൂടത്തില്ല. പള്ളിക്കൂടത്തില് എനിക്ക് പഠിച്ചണം. എനിക്ക് പഠിച്ച വലിയൊരു മന്ദിരി ആവണം. മന്ത്രിയോ? മന്ദിരി. അതെ, ഇന്നാളെ ഞാൻ കണ്ടായിരുന്നേ. ഓ, മന്ദിരി വന്ന വരവൊന്ന് കാണായിരുന്നേ. ഉച്ചിയില് ചുമന്ന ലൈറ്റൊക്കെ വെച്ച് മന്ദിരിയെ പീടിൽ പാഞ്ഞങ്ങ് വന്നേ. ഈ നിലവിളി ശബ്ദമൊക്കെ ഇട്ടിട്ട് മാവോ മാവോ മാവോ. എന്റെ ഒരു രസമായിരുന്നു കാണാനായിട്ട്. അത് സൈറനാ, നാട്ടുകാർ ഓടി മാറാൻ വേണ്ടി ഇടുന്നതാ. ഒരു മന്ത്രിയാവാനുള്ള പഠിപ്പൊക്കെ മോക്ക് ഇപ്പൊ ഉണ്ട്. എന്നാലും എനിക്ക് പഠിച്ചണം. ആ, കാവടി അച്ഛനൊന്ന് നോക്കട്ടെ എന്താണ് മോളെ പള്ളിക്കൂടത്തിൽ ചേർക്കാനുള്ള വഴിയെന്ന്. വഴിയാനാ? ആദ്യ കുട്ടിയോട് പറഞ്ഞുതരാം. നമ്മളെ വീട്ടിന്ന് ഇറങ്ങണം. എന്നിട്ട് ഇടത്തോട്ട് തിരിയണം. എന്നിട്ട് വലത്തോട്ട് തിരിയണം. എന്നിട്ട് പിന്നെ മുന്നോട്ട് നടത്തണം. നടന്ന് 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 ഒരു അമ്പലം ആവേ. അമ്പലം കഴിഞ്ഞാ പിന്നെ പോയാ വരുമ്പോ നമ്മള് വലത്തിൽ കയറുവേ. പോയടക്കരെയാണ് പള്ളിക്കൂടം. എന്റെ കുട്ടിമണി, ആ വഴിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഏത് വഴിയാ ഉദ്ദേശിച്ചത്? ഒന്നുമില്ലേ? ഒന്നുമില്ലെങ്കിൽ കാവടിയച്ചാ, ഞാനേ ഒരു പാട്ട് പാടാവേ. വേണോ? വേണം. ഓ, പഠിക്കും. ആകാശത്തെ കുറിച്ചുള്ള പാട്ടാണേ. ഓ, നീലാകാശം പീലിവിടർത്തും പച്ചത്തെങ്ങോല, തെളിഞ്ഞ മാറുമുടി കെട്ടിന്നിരേ ചുവന്ന റോശാപ്പൂ, വെളുത്ത പശുവിൻ കറുത്ത പാല് കുടിച്ചിട്ട് ഓർത്ത് കിടന്നു ഞാൻ. നീലാകാശം പീലിവിടർത്തും കണ്ടോ? ആരാ മോളേത്? അതെ, ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ ഒരു ദുട്ടനെ പറ്റി. എന്നെ പിടിച്ചുകൊണ്ട് പോയ ദുട്ടൻ. അവനോ? ഗുരുവായൂരപ്പ, പെട്ടല്ലോ. ഇത് അയാളല്ലേ? ചെറിയ പെണ്ണിന് വേറെ ഒരു പണിയില്ലേ? ഇയാൾക്ക് വേറൊരു പണിയില്ലേ എന്റെ പുറകെ അതിന് നടക്കാനായിട്ട്? ഞാൻ നിൽക്കുകയല്ല, പോവാ. പോടാ അവിടുന്ന്. അന്നത്തെ കറക്ക് കുത്തിന്റെ ശീലം ഇതേവരെ മാറിയിട്ടില്ല. അയ്യോ, സുഖമാണോ? കൂടെ വന്ന് നിങ്ങള്. ഇവനാണോ മോളെ അന്ന് മോളെ പിടിച്ചുകൊണ്ടാൻ ശ്രമിച്ചത്? അനാവശ്യം പറയരുത് കേട്ടോ. ഞാൻ ആരും പിടിച്ചോണ്ട് പോയിട്ടില്ല. അത് ചെയ്യരുത്. ചുമ്മാ ഇരിക്കാൻ. ചെറിയ പ്രാന്തിനും വലിയ പ്രാന്തിനും മനുഷ്യനെ വഴി തടഞ്ഞത് അല്ല നോക്കുന്നോ? ഞാൻ അടഞ്ഞോടല്ലോ. പുലിയാ പുലി. പിടിക്കലേ അങ്ങോട്ട്. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, ആപ്പ് എന്റെ ലോകനാർക്കാവിൽ അമ്മേ ഇരുന്നമർന്ന് ഉയർന്നിയാടി വലത്തോട്ട് വെച്ച് ടേൺ ചെയ്തിട്ട് കടല കപ്പലണ്ടി വട്ടാണിപ്പയർ കശുവണ്ടി അണ്ടി അണ്ടി. കരണത്തടി വാങ്ങി വട്ടം കറങ്ങി തറയിൽ വീണു. നിന്നെ അന്ന് എന്റെ കയ്യിൽ ശരിക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ലല്ലോ. ഇനി കാണുമ്പോ തരാട്ടോ. രണ്ടുപേരും വീടിന്റെ വാതിക്ക നിന്നാ മതി, തരാൻ ഞാൻ. ഇനി ഞങ്ങളുടെ കൊച്ചിനെ നീ നോക്കെങ്കിലും ചെയ്യൂടാ? നോക്കിയല്ല. നോക്കണോ? വേണ്ട, നോക്കട്ടെ. നോക്കൂടാന്ന്. നോക്കിയല്ല ഞാൻ, മിണ്ടിയല്ല ഞാൻ. നിങ്ങളുടെ വീടിന്റെ ഏരിയ കൂടെ വരികയല്ല ഞാൻ. എന്നാ ഓടതാ. അല്ലെ ഒന്ന് പൊക്കിത്തരാങ്കി എങ്ങനെയാലും ഞാൻ ഓടിക്കോളാം. എണീക്കാൻ പറ്റുന്നില്ല. ആന്റില് നടുവ് വീണതിന്റെ വേദന മാറിയിട്ടില്ല.
എല്ലാം പോയി. വളയെല്ലാം ഇവിടെ കിടന്നോട്ടെ, സൗകര്യം പോലെ ഒന്ന് ഞാൻ എടുത്തോളാം. ഇത് മോക്കിരിക്കട്ടെ. എന്ന് ഞാൻ പോട്ടെ മോളെ. ചക്കര കുട്ടിയല്ലേ പോട്ടെ കാരണവര്. നിന്നെ ഞാൻ എടുത്തോളാടി പ്രാന്തി. ഞാനേ തന്നെ നടന്നോളാ, നീ എടുക്കണ്ടടാ പ്രാന്ത. കൊണ്ടോടാ എന്റെ മാല. ഞാൻ ജയിച്ചു. വാ പോവാം. ശാന്തിച്ചു വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ദേ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. മെമ്പറോടെ പഞ്ചായത്തിൽ ഏതാണ്ട് കമ്മിറ്റി എന്നോ സ്റ്റിയറിംഗ് എന്നോ ഗിയർ എന്നോ ഒക്കെ പറഞ്ഞേ. ഓ, പഞ്ചായത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റി. ആ അത് തന്നെ. മെമ്പർ എന്നോട് പറഞ്ഞു മാടനെയും കണ്ട്. അല്ല, മാഡത്തിനെയും സാറിനെയും കണ്ട് കാര്യങ്ങൾ എന്താണെന്ന് തിരക്കിട്ട് വരാൻ പറഞ്ഞു. സീതയുടെ കണ്ടുപിടിക്കാനുള്ള ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തായി? എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാവോ? ആ, മെമ്പർ രസീത് ഊറ്റി അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമായില്ലല്ലോ. എന്തെങ്കിലും ചലനങ്ങൾ നടക്കണ്ടേ? അതിപ്പോ രവി സാറിന്റെ അഭിപ്രായം എന്താ? സമരം നടത്താൻ പോകുന്നത് സ്വന്തം ചേട്ടനെതിരെയാ. രവിയേട്ടൻ അങ്ങനെയൊന്നുമില്ല. സത്യം ജയിക്കണം, അത്രേ ഉള്ളൂ. അതിപ്പോ അനീതിയുടെ പക്ഷത്ത് സ്വന്തം ചേട്ടനായാലും അപ്പനായാലും അമ്മയായാലും രവിയേട്ടനെ എതിർക്കും. എനിക്കത്രേ ഉള്ളൂ, സത്യം ജയിക്കണമെന്ന് മാത്രം. മെമ്പർ ചില സമരപരിപാടികളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സത്യാഗ്രഹവും പന്തം കൊളുത്തി പ്രകടനവും ഒക്കെ. അതൊന്നും മാത്രം പോരാ. അവളെ, ആ വക്കീലിനെ പരസ്യമായി വിചാരണ ചെയ്യണം. കഴുത്തിലെ ചെരുപ്പുമാല ഇടിച്ച് നടു റോഡിലൂടെ നടത്തണം. നാണം കെടുത്തണം. അതും ചെയ്യും. ഒരു പാവം സ്ത്രീ ചത്തോ ജീവിച്ചോ എന്ന് അറിയുന്നതിനു മുമ്പ് പുതിയ ഭാര്യ പദവി പിടിച്ചെടുക്കാൻ വന്നേക്കുന്നു ഒരുത്തി. അടിച്ച് നാട് കടത്തുക വേണ്ട അവളെ. അതെ, ബാലനെ കൂടെ വഷളാക്കുന്നത് ആ സ്ത്രീയാ. ആ, നിങ്ങൾ പെണ്ണുങ്ങൾ തന്നെ നല്ല മറുപടി കൊടുക്കണം. ഞങ്ങൾ ഏറ്റു സാറേ. അന്ന് രജിസ്റ്റർ ഓഫീസ് വെച്ച് കണ്ടപ്പോഴേ വക്കീലിനെ ഞങ്ങൾ ഊന്നി വെച്ചതാ. ആട്ടി കൊടുത്തിരിക്കും. പക്ഷെ കേസൊന്നും വരാതാ നിങ്ങൾ നോക്കും. ഞങ്ങൾ ഏറ്റു ശാന്തേച്ചി. നിങ്ങളെ ആരും ഒരു ചുക്കും ചെയ്യില്ല. എന്റെ അങ്കിൾ ആരാണെന്ന് അറിയത്തില്ലേ? ഡിവൈഎസ്പിയാ. ആണോ? പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി പോലീസ് ചാടി ഇറങ്ങി വന്ന് തല്ലുമ്പോ നമുക്ക് വിളിച്ചു പറയാൻ പറ്റുമോ ഡിവൈഎസ്പി സാറിന്റെ അനന്തരമുള്ള സ്വന്തം ആൾക്കാരാണെന്ന്? കിട്ടിയതല്ലേ. നിങ്ങൾ അതൊന്നും ചിന്തിക്കണ്ട. ആരും നിങ്ങളെ തൊടില്ല. നിങ്ങള് പെട്ടെന്ന് പറഞ്ഞ് സമരപരിപാടികൾ തുടങ്ങാൻ നോക്ക്. ആ വഴിതടയിലും സത്യാഗ്രഹവും ഒക്കെ. നാളെ രവി സാറ് ഞങ്ങൾക്ക് എതിര് വരരുത്. എതിര് വരാനോ? രവിയേട്ടനോ? എന്റെ ഭർത്താവായിരിക്കുമ്പോ രവിയേട്ടൻ വരത്തില്ല. വന്ന പിന്നെ രവിയേട്ടൻ എന്റെ ഭർത്താവും അല്ല. മതികല മാഡം ധൈര്യമായിട്ട് വയ്ക്കും. ആ വക്കീലിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. ഒരു കേസും വഴക്കും പുക്കാറും ഉണ്ടാക്കി അവളെ ആ വീട്ടിൽ നിന്ന് പറപ്പിച്ചാ പോലെ. അക്കാര്യം ഞങ്ങൾ ഏറ്റു. മതി. ആ പിന്നെ മെമ്പർ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ? അല്ല, ഈ സമരപരിപാടികളൊക്കെ പണ്ടത്തെ പോലെയല്ല, ചെലവുകളൊക്കെ ഭയങ്കര കൂടുതലാ. നാട്ടുകാരൊന്നും ജാഥയ്ക്ക് കിട്ടിയെന്ന് വരില്ല. ബംഗാളികളെ ഇറക്കണം. ആളൊന്നിന് 600 രൂപയും മട്ടൻ ബിരിയാണിയും കൊടുക്കണം. മതികല കുഞ്ഞൊരു ഒന്നൊന്നര സംഭവമാണ് കേട്ടോ. രവി സാറ് ഭയങ്കര ഭാഗ്യവാനാ. എല്ലാവർക്കും കൂടെയാ. മെമ്പറിന്റെ കൊടുത്തേക്കണം. തികയുമായിരിക്കും അല്ലേ? തൽക്കാലം ഇതൊക്കെ മതി. കാശിന് പ്രശ്നമൊന്നുമില്ല. കാര്യങ്ങള് ഗംഭീരമായി നടക്കണം. കേട്ടല്ലോ? ഏറ്റു മാഡം, ധൈര്യമായിട്ട് വയ്ക്കൂ. വാരി വീട്ട 1 2 3 4 5 6 7 8 10,000 രൂപ. എന്റെ ഭഗവതിയെ, ഈ സമരം ഉടനെയെങ്കിലും തീരരുതേ.
ഇതെന്താ ഇവിടുന്ന് ആരും ഒന്നും വെച്ചില്ലേ? അതോ ബാക്കിയുള്ളവരാരും ഒന്നും തിന്നണ്ടെന്നാണോ? ദേ, ദേ ഇങ്ങോട്ട് നോക്കാൻ. ഞാൻ ഈ കഞ്ഞി കുടിക്കുന്ന നീ കണ്ടില്ലേ ഒച്ചേ? നിങ്ങൾ മാത്രം കുടിച്ചാ പോരല്ലോ. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ കഞ്ഞി കുടിച്ചാ മതി. ആഹാ, നീ എന്റെ അടുത്ത് ചട്ടമ്പി കളിക്കുകയാണോ? ശാരദ ഇവിടെ ഇല്ലെന്ന് കരുതി നീ അധികം ഞെളിയണ്ട കേട്ടോ. നിന്നെ നിലക്കി നിർത്താൻ ഞാൻ മതി. പിന്നെ നിങ്ങൾ നിർത്തും. ആ, നീ എന്തിനാ കൊച്ചെ പള്ളിക്കൂടത്തിൽ പോയത്? പ്രായം ചെന്നവരോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും നിനക്കറിയത്തില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കേണ്ടടുത്ത് മര്യാദയ്ക്കേ സംസാരിക്കൂ. അതെനിക്കറിയാം. നിങ്ങളുടെ മുമ്പില് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ നീ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്ക്. നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. അയ്യോടാ, നിനക്ക് ദേഷ്യം വന്നാ നീ എന്നെ മൂക്കി വലിച്ചു കയറ്റുവോ? അതും കൊള്ളാം. നിന്നെ പേടിച്ചിരിക്കാൻ ഞാൻ ആരാ? നിന്റെ അടിമയോ? പണ്ടത്തെ പോലെ കടക്കാരിയല്ല. നിങ്ങൾ കൂടുതൽ സംസാരിക്കാതെ എന്റെ മുഖത്ത് നോക്കി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. കഞ്ഞി കുടിച്ചിട്ടല്ലാതെ ചോദ്യവും ഇല്ല ഉത്തരവും ഇല്ല. മനുഷ്യൻ ഇവിടെ വിശന്ന് വയറുകാഞ്ഞിരിക്കുമ്പോഴ. എന്നാ നിങ്ങൾ കഞ്ഞി കുടിക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ. മഹാഭാവി, വിശന്നിരുന്ന എന്റെ മുമ്പിൽ നാടി നീ അന്നെ എടുത്ത് കളഞ്ഞത്. കളഞ്ഞെങ്കിലേ കണക്കായി പോയി. ഉണക്കമീൻ തിന്നുന്ന പൂച്ചെ പോലെ നിങ്ങൾ അവിടെ കുനിഞ്ഞിരുന്ന് കഴിക്കുമല്ലായിരുന്നോ? ഇപ്പൊ നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കാലോ. എന്തിനാടി അഹങ്കാരി നീ ഇങ്ങനെ ചെയ്തത്? വലിയ ഒച്ചയെടുത്താലുണ്ടല്ലോ കഞ്ഞി പോയതുപോലെ നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പറക്കും. എന്താടി നിനക്ക് ബാധ കയറിയോ? കാര്യം പറയ്. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് തുമ്പി തുള്ളുന്നത്? ഞാനിപ്പൊ അടുക്കളയിൽ പോയിരുന്നു. അതിന് പാത്രങ്ങളെല്ലാം നോക്കി. എന്നിട്ട് ഒരു പൂച്ച കുഞ്ഞിന് കഴിക്കാനുള്ള ഭക്ഷണം പോലും അവിടെ ഇല്ല. അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആകെ ഒരു തവി കഞ്ഞി എടുത്തോളൂ. അത് നീ എടുത്ത് കളയുകയും ചെയ്തു. നിങ്ങൾ അറിയാതെ ഇവിടെ ഒന്നും നടക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് രവിയേട്ടന് ഭക്ഷണം വെക്കാതെ ഇവിടെ മറ്റുള്ളവര് കഴിച്ചോ? അതാ എനിക്ക് അറിയേണ്ടത്. എനിക്കറിയത്തില്ല. നീ ചെന്ന് ഓരോരുത്തരുടെ പള്ളക്കിട്ട് കുത്തി നോക്ക്. പള്ളക്കിട്ടല്ലോ കുത്തുഞ്ഞ് എന്റെ അടുത്ത് വിളച്ചിലെടുത്താലുണ്ടല്ലോ. ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏതവളായിന്ന് അരിയിട്ടതെന്ന് എനിക്ക് അറിയണമല്ലോ. ഏതവൾക്ക് അത് അറിയേണ്ടത്? ഞാനാ ഇന്നിവിടെ അരി അളന്ന് അടുപ്പത്തിട്ട് കൂട്ടാൻ വെച്ചതും ഞാനാ. എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. ഓ, നീ ഫുഡ് ഇൻസ്പെക്ടർ ആണോ? എന്നാ പറഞ്ഞോളൂ, എന്താ പ്രശ്നം? ഞാൻ ആരാണെന്നുള്ളത് നിങ്ങളെ ഞാൻ ശരിക്കും അറിയിക്കുന്നുണ്ട്. എന്റെ മുമ്പിൽ ഇരുന്ന കഞ്ഞി എവിടെടുത്ത് കളഞ്ഞു മോളെ? നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി എവിടെ കഞ്ഞി വെച്ചത്? സിമ്പിളായ ചോദ്യമാണല്ലോ. അപ്പൊ സിമ്പിളായ ഉത്തരം ഞാൻ തരാം. എനിക്കും എന്റെ ഭർത്താവിനും പിന്നെ അപ്പച്ചമ്മയ്ക്കും പിന്നെ കുട്ടിമണി കുട്ടിയായതിനാൽ കുട്ടിമണിക്കും കുട്ടിമണിയുടെ ഭർത്താവിനും ഇത്രയും പേർക്കാ ഭക്ഷണം ഉണ്ടാക്കിയത്. എന്താ കലമോളെ? അപ്പൊ എനിക്കും എന്റെ ഭർത്താവിനും ഉള്ളതോ? അയ്യോടാ, ഇതെന്തൊരു ചോദ്യാ? കലമോൾക്കും ഭർത്താവിനും കഞ്ഞി വേണമെങ്കില് കലമോള് കലത്തില് അരിയിട്ട് തിളപ്പിച്ച് കഞ്ഞി ഉണ്ടാക്കണം കലമോളെ. ഇത്രയും കാലം ഇവിടെ അങ്ങനെ അല്ലായിരുന്നല്ലോ. ആ, എന്നാലേ ഇനി മുതൽ അങ്ങനെ. തള്ളേ, നിങ്ങൾ കേട്ട് രസിച്ച് നിൽക്കുവാണോ? നിങ്ങൾക്ക് ഉണ്ടാക്കാൻ മേലായിരുന്നോ എനിക്ക് രവിയേട്ടനുള്ള ഭക്ഷണം? അപ്പച്ചിയമ്മ വേലക്കാരുടെ ജോലി അങ്ങ് നിർത്തി. പ്രായം ഇത്രയായില്ലേ, അടുക്കളയിൽ നിന്ന് റിട്ടയർ ചെയ്തു. ശിഷ്ടകാലം വിശ്രമം. ഓഹോ, അപ്പൊ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള കളിയാണല്ലേ എന്നെ എന്റെ ഭർത്താവിനെ പട്ടിണിക്കിടാനായിട്ട്. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. കലമോളെ, പല്ല് മുറിയെ തിന്നണമെങ്കിലേ ഇവിടെ നിന്ന് പല്ലുറുമിട്ട് കാര്യമില്ല. എല്ല് മുറിയെ പണിയെടുക്കണം. കഞ്ഞിയും കറിയും വെച്ചു എന്ന് കരുതി കലമോളുടെ കയ്യിലെ വളവല്ലത് ഊരിപ്പോവോ? നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. നിനക്കും എന്നെ അറിയത്തില്ല. കഞ്ഞി വെക്കാൻ അറിയാത്തവള് ഇവിടെ കിടന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ വയ്യാതെ കിടക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നിനക്കുള്ള ഭക്ഷണം ഞാൻ വെച്ചുതരാം. നിന്റെ തുണികളും അലക്കിത്തരാം. അല്ലാതെ മുറിക്കകത്ത് കാറ്റും കൊണ്ട് കിടന്ന് ഫേസ്ബുക്കിൽ കയറി നിരങ്ങുമ്പോ ഈ അമ്മ നിനക്ക് വെച്ചുണ്ടാക്കി തരണോടി. ദേയും തോയൊന്നും അല്ല. നിനക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ കൂടെ അടുക്കള പണിയിൽ സഹായിക്കണം, സഹകരിക്കണം. കയ്യിൽ കരി പറ്റാതെ കൈ നിറയെ വാരി വിഴുങ്ങാന്ന് കരുതരുത്. നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്തു. ഇതിന് പകരം വീട്ടു ഞാൻ. അത് സാരമില്ല. നിനക്ക് വേണ്ടി അടിമപ്പണി ചെയ്ത സീതയല്ല ഇന്ദുബാല. അത് നീ ഓർത്തോണം. മര്യാദ ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ടും മര്യാദ, അല്ലെങ്കിൽ എന്റെ ഈശ്വരാ, ഇവര് പറയുന്നത് കേട്ടില്ലേ? എന്റെ ഭാര്യയെ കുറിച്ച് അനാവശ്യം പറയരുത്. രവിയോട് എനിക്ക് സഹതാപം തോന്നുക. ഭാര്യ പറയുന്നതല്ല ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നതിൽ. മര്യാദ ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ടും മര്യാദ,
അല്ലെങ്കിൽ ഇത്രയും പ്രായം ചെന്ന ഈ പാവത്തിന്റെ മുമ്പിൽ നിന്ന് കഞ്ഞിയെടുത്ത് കളഞ്ഞതിന് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോടി. ഒന്ന് പൊടി. I will show you what I can. എന്നതാ കൊച്ചി അവൾ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് പോയത്? വല്ല തെറി വല്ലതും ആണോ? ഏയ്, കലമോൾക്ക് വേണ്ട ഭക്ഷണം കലമോൾ ഉണ്ടാക്കിക്കൊള്ളാന്നാ പറഞ്ഞത്. ഓ അതായിരുന്നോ? ഞാൻ കരുതി എന്റെ അപ്പന് പറഞ്ഞതാണെന്ന്. അപ്പച്ചമ്മ വന്നേ, ഞാൻ വേറെ കഞ്ഞിയെടുത്ത് തരാം. ആ പെണ്ണിത് വലിയ വഴക്കാക്കുവോ മോളെ? നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. അപ്പച്ചമ്മ വാ. വാ. പൊന്നെ, എന്നാ പറ്റി പൊന്നെ? രവിയേട്ടാ, എനിക്ക് സഹിക്കാൻ വയ്യ രവിയേട്ടാ. സങ്കടം കൊണ്ട് എന്റെ നെഞ്ചു പൊട്ടി പോകുന്നു. എന്റെ മോൾക്ക് എന്താ പറ്റിയേ? ഈ കരച്ചിൽ കണ്ടിട്ട് ചങ്ക് പൊട്ടുന്നു. കാര്യം പറ മുത്തേ. ഞാൻ അടുക്കളയിൽ കയറി ഇത്തിരി കഞ്ഞി എടുത്തതിന് എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? ആര്? നിങ്ങളുടെ അപ്പച്ചേമ്മേ, ഇവിടുത്തെ പുതിയ ഭരണക്കാരി ആ വക്കീലും. അവരെന്നാ പറഞ്ഞു എന്റെ പൊന്നിനെ? കഞ്ഞി കുടിക്കണമെങ്കിൽ ഞാൻ വെച്ചുണ്ടാക്കണോന്ന്. അവര് വെച്ചുണ്ടാക്കുന്നൊന്നും ഞാനും രവിയേട്ടനും എടുക്കാൻ പറ്റത്തില്ല. ആഹാ, അവരങ്ങനെ പറഞ്ഞോ? ഒന്ന് ചോദിക്കണല്ലോ അത്. പറഞ്ഞൊന്നും മാത്രമല്ല, എന്റെ കയ്യിലിരിക്കുന്ന കഞ്ഞി എടുത്ത് കളയുകയും ചെയ്തു. ഞങ്ങൾ ഇവിടെ ഉണ്ട് രവി. രവി വീട്ടിലോട്ട് എരച്ചു കയറിയൊന്നും വരണ്ട. ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ചോദിക്ക്, എന്താ രവിക്ക് ചോദിക്കാനുള്ളത്? നിങ്ങൾ എന്റെ ഭാര്യയുടെ മുമ്പിലിരുന്ന് കഞ്ഞിയെടുത്ത് കളഞ്ഞോ? അവള് പ്ലേറ്റ് മറിച്ചിട്ടോ? രവിയുടെ ഭാര്യ അപ്പച്ചമ്മയുടെ മുമ്പിലിരുന്ന കഞ്ഞിയെടുത്ത് കളഞ്ഞത്. എന്റെ ഈശ്വര, ഇവര് പറയുന്നത് കേട്ടില്ലേ? എന്റെ ഭാര്യയെ കുറിച്ച് അനാവശ്യം പറയരുത്. രവിയോട് എനിക്ക് സഹതാപം തോന്നുക. ഭാര്യ പറയുന്നതല്ല ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നതിൽ. എന്റെ ഭാര്യ എന്നോട് കള്ളം പറയില്ല. അവള് സത്യമേ പറയൂ, എനിക്ക് ഉറപ്പാ. അതെ, കള്ളം പറയാൻ ഞാൻ വക്കീലൊന്നും അല്ലല്ലോ. എന്ത് കീലാണെങ്കിൽ എന്താ? റോസ് വിസ്താരം പറഞ്ഞൊന്നും എന്റെ അടുത്ത് നടക്കുകയല്ല. രവി കാര്യം അറിയാതെ ഇങ്ങനെ ബഹളം വെക്കരുത്. എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. എന്റെ ഭാര്യയ്ക്ക് ഇത്തിരി കഞ്ഞി കുടിക്കണമെങ്കിൽ അവള് വെച്ചുണ്ടാക്കണമെന്ന് നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞു. അതിനെന്താ?